ലോക്സഭയിൽ അല്പസമയം മുൻപാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അദ്ദേഹം ഈ ബില്ലിനെ വിശേഷിപ്പിച്ചത് ദേശവിരുദ്ധ ബിൽ എന്നാണ്. ഇത് വനിതാ ശാക്തീകരണത്തിനുള്ള ബിൽ അല്ല എന്ന് പറയുകയാണ്. 2023 പാസാക്കിയ ബില്ല് അത് കൊണ്ടുവരൂ, അതിനെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് ഇപ്പോഴും എന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ ബില്ലിന് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധമില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കേന്ദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അതിനിടെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി ഒരു ജാലവിദ്യക്കാരനോട് ഉപമിച്ച് സംസാരിച്ചത്. അതിൽ ഭരണപക്ഷം വലിയ പ്രതിഷേധം അറിയിക്കുകയായിരുന്നു. പിന്നീട് ആ പരാമർശം നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പരാമർശം നീക്കി എന്ന് സ്പീക്കറും പറയുകയായിരുന്നു. വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് സ്പീക്കർ പലകുറി ആവശ്യപ്പെടുന്നതും നമ്മൾ കണ്ടതാണ്. ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ PR അരവിന്ദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ വേണ്ടി. അരവിന്ദ്, വലിയ വിമർശനമാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ തന്നെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നാണ് അദ്ദേഹം ലോക്സഭയിൽ പറയുന്നത്. മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അമൽ, അനുജ, വലിയ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ബില്ല് അത് വനിതാ സംവരണവുമായി ബന്ധമില്ല. അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം പ്രാതിനിധ്യം തട്ടിയെടുക്കാനുള്ള നീക്കമാണ്. പരിഭ്രാന്തിയിൽ നിന്നാണ് ഈ ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. കൃത്യമായി പരാജയപ്പെടും എന്ന് കേന്ദ്ര സർക്കാരിന് അറിയാമായിരുന്നു. പക്ഷേ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും നേതാക്കൾക്കും വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം നിലനിൽക്കുന്നു എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. എന്തായാലും വലിയ പരിഹാസം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഉയർത്തിയിരുന്നു. ഒരു മജീഷ്യനായിട്ടാണ് പ്രധാനമന്ത്രിയെ രാഹുൽ ഗാന്ധി ഉപമിച്ചത്. മജീഷ്യനും ഒരു വ്യവസായിയും തമ്മിലുള്ള ബന്ധമെന്നടക്കം പരോക്ഷമായി മോദി അദാനി ബന്ധത്തെ രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിൽ പരിഭ്രാന്തിയിലാണ് പ്രധാനമന്ത്രി ഉള്ളത്. കാരണം പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പ്രസംഗത്തിൽ കൃത്യമായി വലിയ രീതിയിൽ പരിഭ്രാന്തിയിലായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രസംഗം കണ്ടപ്പോഴാണ് ഏപ്രിൽ 16 എന്ന തീയതി ഞാൻ ശ്രദ്ധിച്ചത്. 16 എന്ന സംഖ്യ അത് പ്രധാനമന്ത്രിയെ വലിയ രീതിയിൽ അലോസരപ്പെടുത്തുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചത്. ഈ 16 ബന്ധപ്പെട്ട രഹസ്യം ഉടൻ തന്നെ വ്യക്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ബില്ലിനെ ഒറ്റക്കെട്ടായി പ്രതിപക്ഷം എതിർക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഈ ബില്ലിനെ പരാജയപ്പെടുത്താൻ പോകുന്നു എന്ന ആഹ്വാനം കൂടി രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനിടയിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം കുട്ടിക്കാലത്തെ സംഭവങ്ങളടക്കം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസം ഉയർത്തിയത്. എന്തായാലും ഇത്തരം ഒരു പരിഹാസം അത് അനുവദിക്കില്ല. കാരണം രാജ്യത്തെ പ്രധാനമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ നടന്നതെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജുവും അതുപോലെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നൊരു ആവശ്യം കൂടി രാജ്നാഥ് സിംഗ് ഉയർത്തിയിരുന്നു. ഇതുകൂടാതെ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കണമെന്നതാണ് ഭരണപക്ഷം ആവശ്യപ്പെടുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് ഇപ്പോൾ സ്പീക്കർ നീക്കം ചെയ്യുകയും ചെയ്തു. എന്തായാലും വലിയ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഇത്തരം ഒരു ബില്ല് അത് രാജ്യത്തിന് വിരുദ്ധമായാണ്, ദേശവിരുദ്ധ ബില്ലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. വനിതാ സംവരണത്തിന്റെ പിന്നിലൂടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് ഭൂപടത്തെ മാറ്റാനുള്ള ശ്രമമാണ് BJPയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നെന്ന വിമർശനമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും അദാനിക്കെതിരെയും അടക്കം പരോക്ഷ വിമർശനവും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇതുകൂടാതെ തന്നെ India-US കരാറിനെതിരെയും വിമർശനം രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗവേളയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. പ്രധാനമന്ത്രി അമേരിക്കയ്ക്ക് കീഴടങ്ങി എന്നതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ 16 എന്നൊരു സംഖ്യ കൂടി രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗം അവസാനിക്കുന്ന വേളയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ 16 എന്ന സംഖ്യയെ പ്രധാനമന്ത്രി ഭയക്കുന്നതെന്ന കാര്യം ഉടൻ തന്നെ വ്യക്തമാക്കുമെന്നും രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷേ ഈ വോട്ട് കൊള്ള അടക്കമുള്ള ആരോപണം പോലെ പുതിയൊരു ആരോപണം രാഹുൽ ഗാന്ധി ഒരുപക്ഷേ പ്രധാനമന്ത്രിക്കെതിരെ കൊണ്ടുവന്നേക്കുമെന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അമൽ, അനുജ. അരവിന്ദ്, ഒപ്പം തന്നെ ഈ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് 4 മണിയോടുകൂടി ബില്ലിൽ വോട്ടെടുപ്പ് നടക്കുമെന്നാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ 4 മണിക്ക് തന്നെ വോട്ടെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. അമിത്ഷാ ഉൾപ്പെടെ ഇനി സംസാരിക്കാനുണ്ട് ലോക്സഭയിൽ. അങ്ങനെയാണെങ്കിൽ ഈ ബില്ലിലെ വോട്ടെടുപ്പ് വൈകാനുള്ള സാധ്യതയില്ലേ? ബില്ലിൽ ഈ വോട്ടെടുപ്പ് നടന്നാൽ തന്നെ അത് പാസ്സാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? 3-2 ഭൂരിപക്ഷം വേണമെന്നിരിക്കെ വോട്ടെടുപ്പ് വൈകാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി 5 മണിക്കായിരിക്കും ഈ ചർച്ചകൾക്ക് മറുപടി നൽകുക. അതിനുശേഷമായിരിക്കും വോട്ടെടുപ്പിൽ കടക്കുക. പക്ഷേ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലായതുകൊണ്ട് തന്നെ ലോക്സഭ കടക്കാൻ യാതൊരുവിധ സാധ്യതകളുമില്ല. അട്ടിമറി നടന്നാൽ മാത്രമായിരിക്കും വനിതാ സംവരണ ഭേദഗതി അടക്കമുള്ള 3 ബില്ലുകളും ലോക്സഭയിൽ പാസ്സാവുക. കൃത്യമായി പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുമെന്ന് ഒറ്റക്കെട്ടായി നിലപാട് എടുത്തിരുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളടക്കം ഇന്ത്യ സഖ്യം യോഗം ചേരുകയും ഇതിനെ കൃത്യമായി തന്നെ എതിർക്കണമെന്ന നിലപാട്
സ്വീകരിക്കുകയും ചെയ്തു. വനിതാ സംവരണത്തെ അല്ല, മറിച്ച് മണ്ഡല പുനർനിർണയത്തെ അടക്കം ഇതുമായി ബന്ധിപ്പിക്കുന്ന വ്യവസ്ഥയിലാണ് പ്രതിപക്ഷം കൃത്യമായി വിമർശനം ഉയർത്തുന്നത്. ഇത് ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യണമെന്ന് തന്നെ പ്രതിപക്ഷം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പ്രതിപക്ഷ അംഗങ്ങളെല്ലാം ഇതിനോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി എല്ലാവരുടെയും വോട്ട് ഉറപ്പാക്കണമെന്നതാണ് പ്രതിപക്ഷ പാർട്ടികൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. നേരത്തെ ഈ ബില്ല് അവതരണത്തിന് വോട്ടെടുപ്പ് നടന്നിരുന്നു. അപ്പോൾ 251 വോട്ടുകൾക്കെതിരെ 185 വോട്ടുകളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് രേഖപ്പെടുത്തിയത്. സമാനമായ രീതിയിലുള്ള വോട്ടിംഗ് നടന്നാലും ആ ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ ബില്ല് പാസ്സാക്കാൻ സാധിക്കില്ല. നിലവിൽ BJPക്ക് 293 അംഗങ്ങളാണ് ലോക്സഭയിലുള്ളത്. 67 അംഗങ്ങളുടെ ഒരു പിന്തുണ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ലോക്സഭയിൽ നിന്ന് ബില്ല് പാസ്സാകൂ. എന്തായാലും ബില്ല് പാസ്സാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി ഒരു അട്ടിമറി നടന്നാൽ മാത്രമായിരിക്കും ബില്ല് ലോക്സഭയിൽ പാസ്സാക്കുക. പക്ഷേ വലിയ രീതിയിലുള്ള വിമർശനം ഇപ്പോഴും തുടരുകയാണ്. വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ചൊല്ലിയുള്ള തർക്കം ഇപ്പോഴും പാർലമെന്റിൽ തുടരുന്നു. 5 മണിയോടുകൂടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സംസാരിക്കുന്നുണ്ട്. കൃത്യമായ ഒരു റിപ്പോർട്ട് അദ്ദേഹം ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ബില്ലിൽ ഒരു വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ എല്ലാവരോടും വോട്ട് ചെയ്യണമെന്നൊരു ആഹ്വാനമെല്ലാം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. വളരെ വൈകാരികമായിട്ടായിരുന്നു പ്രധാനമന്ത്രി വോട്ടെടുപ്പിൽ എല്ലാവരും തന്റെ മനസാക്ഷിക്ക് അനുസരിച്ച് സ്വന്തം വീടുകളിലെ സ്ത്രീകളെയും വനിതകളെയും അടക്കം ഓർത്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്നെല്ലാം പ്രധാനമന്ത്രി നൽകിയിരുന്നു. അതുകൂടാതെ തന്നെ പുതിയൊരു അവസരങ്ങൾ, രാജ്യത്തെ വനിതകൾക്ക് പുതിയ അവസരങ്ങൾ നിഷേധിക്കരുത് അടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുകയും രാഷ്ട്രീയ പാർട്ടികളോടും MP-മാർക്കും വനിതാ സംവരണ ഭേദഗതിയെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അത്തരം നിലപാടുകളെല്ലാം നിലവിൽ പ്രതിപക്ഷം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ തന്നെയാണ് നിലവിൽ പ്രതിപക്ഷം തീരുമാനിച്ചിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.